ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ സത്യങ്ങൾ അറിയാണ് കേട്ടോ. നവ്യയുടെ കയ്യിൽ ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ നയനെ എത്തിച്ചു കൊടുക്കുകയാണ്. അതിനും കാരണമുണ്ട് കേട്ടോ. നവ്യ വല്ലാതെ അങ്ങ് അബിയെ സപ്പോർട്ട് ചെയ്യുകയും ആദർശിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നവ്യയുടെയും അബിയുടെയും ഒക്കെ ഉപദ്രവം ചന്തുമോൾക്കും ഉണ്ടാവുകയാണ്. അപ്പോഴാണ് നയനെ ഈ കടുങ്കൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് നവ്യയോട്. അങ്ങനെ നവ്യയ്ക്ക് മൊത്തത്തിൽ അത് ബോധ്യമാവുകയാണ് ചെയ്യുന്നത്. നവ്യ അപ്പോൾ അബിയുടെ കരണത്തടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ ദ്രോഹി, നീ എന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നല്ലേ, നിന്റെ വലിയൊരു നാടകമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് അബിയുടെ കുത്തിന് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിൻ്റെ പുറകെ അനി നടക്കുന്നതിനെതിരെ നമ്മുടെ നയനയും ആദർശും അനിയെ വിളിച്ചിറക്കിയിട്ട് പറയുന്നുണ്ട്, അനി, ഇതൊക്കെ വളരെ മോശമാണ് നീ ചെയ്യുന്നത്. നന്ദുവിന് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവളുടെ അടുത്ത് ചെന്ന് എപ്പോഴും നീ ഇങ്ങനെ ശല്യപ്പെടുത്താന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയില്ലേ നിനക്കെന്ന് ചോദിക്കുമ്പോൾ അനി പറയാ, എൻ്റെ ആദർശേട്ടാ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയാണ്. നന്ദു എന്നെ അവോയ്ഡ് ചെയ്യും തോറും ഞാൻ അവളോട് കൂടുതൽ അടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആദർശേട്ടാ എന്ന് പറയുകയാണ് അനി. അപ്പോൾ ആദർശൻ നയനെ പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല എന്ന് പറയാം. നയന പറയാണ്, അനി, ഒരിക്കലും നീ നന്ദുവും കൂടെ ഒന്നിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാണ് നീ അവളുടെ പുറകെ ചെന്ന് ശല്യപ്പെടുത്തുന്നത്? അവളൊരു പാവല്ലേ. അവളിപ്പോൾ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവൾ ആ പോലീസുകാരുടെയൊക്കെ മുമ്പിൽ അവളുടെ വില എന്തിനാ നീ കളയുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ അനി പറയുകയും ചെയ്യാണ് കേട്ടോ. അതേസമയം നമ്മുടെ അബിയാണെങ്കിൽ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ആദർശം നയനയും സത്യങ്ങളൊക്കെ അറിയുകയും വിളിച്ച് താക്കീത് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ അബിയെ. അപ്പോൾ അബിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാനും ഏത് നിമിഷം ഒരു ബോംബ് പൊട്ടാം, ഇനിയിപ്പോൾ ചത്തുമോൾക്കോ അനഘയ്ക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാലും അത് എൻ്റെ തലയിൽ തന്നെ വന്ന് ചേരുമല്ലോ എന്നൊക്കെ അബി ചിന്തിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ അബിയുടെ ആ സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അനഘയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്, അവളെങ്ങാനും അവിടെ നിന്ന് എണീറ്റ് സംസാരിക്കാൻ തുടങ്ങിയോ, ഇവിടെ വരുവോ ചെയ്തു കഴിഞ്ഞാൽ നവ്യ ഈ വിവരങ്ങളൊക്കെ അറിയും. നവ്യ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവൾ വെട്ടിക്കൊല്ലും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ഞാൻ അവളെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കളവാണെന്ന് ഒരു നിമിഷം അവൾ അറിഞ്ഞാൽ പിന്നെ എന്താവും എൻ്റെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതുവരെ അനഘയ്ക്ക് യാതൊരു അനക്കവും ഇല്ല, അവൾ അതേപടി തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഇതുവരെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അബി പറയാണ്, എനിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി, അവളുടെ ജീവനങ്ങ് പോകുമായിരുന്നെങ്കിൽ കുറച്ച് സമാധാനമായേനെ. പിന്നെ ആ കൊച്ചല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അതങ്ങനെ വിളിച്ച് പറയാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അബി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ അങ്ങോട്ട് വരിക. നവ്യ വരുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അബി, നിനക്കൊരു പരുങ്ങൽ പോലെ, നീ ആരോടെ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരുന്നാന്ന് പറയുന്നത്. എന്താ ഫ്രണ്ട് എന്താ പറഞ്ഞത്? വല്ലാത്തൊരു ടെൻഷൻ പോലെ നിൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പം കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറയാനിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ആ കമ്പനിയുടെ ഒരു ഓഫീസിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തെങ്കിലും പക്ഷേ അതെനിക്കിപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുക. എന്നെ അവിടെ ഒരു പെരുങ്കള്ളനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആദർശും നയനയും കൂടി. അവരതിനുള്ള കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക. കാരണം അന്ന് നീ കണ്ടില്ലേ, കുറച്ച് സ്വർണം ഞാൻ ബില്ലില്ലാതെ ഒന്ന് വിറ്റെന്നേ ഉള്ളൂ, അല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരമൊന്നും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല. പക്ഷേ എന്നെ അതിൻ്റെ പേരിൽ തൂക്കിയെടുക്കുകയും ആ സ്ഥാനം മാറ്റുകയും മുത്തശ്ശൻ്റെ മുന്നിലിട്ട് വലിച്ചു കീറുകയും ഒക്കെ ചെയ്ത ആദർശ് ഇപ്പോഴും ഞാൻ അവിടെ എന്തെങ്കിലും കണക്കിൽ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ മാനേജറെ അവിടെ നിർത്തിയിരിക്കുന്നത്. അയാൾ എല്ലാ സമയവും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇപ്പം കമ്പനിയിലേക്ക് പോകണമെന്നേ ഇല്ല എന്ന് പറയാണ്. അപ്പം നവ്യ ചോദിക്കുക, അതെന്താ നീ അങ്ങനെ പോകാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ആദർശേട്ടനെ പോലെ നിനക്കും ഒരു ഉയരങ്ങളിലൊക്കെ എത്തണം എന്നൊക്കെ ഇല്ലേ? ആദർശേട്ടൻ ഇപ്പം കമ്പനിയുടെ MD ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയധികം കള്ളത്തരം ചെയ്ത ആദർശേട്ടനെ ഇപ്പോഴും അവിടെ തന്നെ വച്ചിരിക്കുക മുത്തശ്ശൻ. അതുപോലെ നീയും ഉയരങ്ങളിൽ എത്തണ്ടേ, നീയും കുറച്ച് പ്രോജക്റ്റൊക്കെ ഒപ്പിക്കണ്ടേ, നിനക്കും കൂടുതൽ ബ്രാഞ്ചുകളുടെ ചുമതലയൊക്കെ ഏറ്റെടുക്കണം എന്നില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എല്ലാ ആഗ്രഹങ്ങളും എനിക്കുണ്ട്, പക്ഷേ അതൊന്നും എല്ലാവർക്കും വിധിച്ചിട്ടില്ലല്ലോ. എന്നെ ഒരു കുറ്റക്കാരനാക്കി എഴുതി തള്ളാനാ ഇവിടെ എല്ലാവർക്കും താല്പര്യം. അതെങ്ങനെയാ? ഇവിടെ എടുത്തു വളർത്തിയ ജലജയുടെ മോനല്ലേ ഞാൻ,
അല്ലാതെ അനന്തപുരിയിലെ രക്തമൊന്നും അല്ലല്ലോ. അതിൻ്റെ വേർതിരിവ് ഇവരെല്ലാവരും എന്നോട് കാണിക്കുന്നുണ്ട്. നിനക്കും തോന്നുന്നില്ലേ നവ്യേ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, ഉണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. ഇപ്പം എനിക്കത് ശരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടനെ കുറ്റപ്പെടുത്താതെ നിന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും നാളും നീ ചെയ്യുന്നതിലൊക്കെ കുറേ തെറ്റുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴാ നീ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറയണം. അപ്പോൾ അബിക്ക് അങ്ങ് ഭയങ്കര ആ കുരുട്ടുബുദ്ധിയൊക്കെ അങ്ങ് വരികയാണ്. അബിയുടെ മനസ്സിലേക്കും ഇവളുടെ അടുത്ത് ഈ കളി ഏൽക്കുന്നുണ്ട്. ഇതിപ്പോഴെങ്ങും പൊട്ടാൻ പോകുന്നില്ല, ഇവള് സത്യം ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല, എന്നോട് ഭയങ്കര വിശ്വാസമാണ് ഇവക്ക്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ അബി ചിന്തിച്ച് നിൽക്കുന്നതുകൊണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അബി നീ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ, എന്താ നീ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം അബി പറയാ, ഇല്ല, എനിക്ക് ഓഫീസിലേക്ക് പോകണമെന്നേ ഇല്ല നവ്യേ. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. കാരണം എല്ലാവരുടെയും ഒരു കണ്ണ് എപ്പോഴും എൻ്റെ മേലാ, ഒരു കുറ്റവാളിയെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയാം, അയ്യോ നീ പോകാതിരിക്കരുത്, ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നീ ഇനി ഉയരങ്ങളിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നീ ഇനി അവിടെ പോകണം, കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം. ആദർശേട്ടനേക്കാളും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് നീ തെളിയിക്കണം എന്നൊക്കെ പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അബിയും നല്ല റെഡി ആവുകയാണ് കേട്ടോ ഓഫീസിലേക്ക് പോകാനായിട്ട്. അതേസമയം നമ്മുടെ നയനയും ആദർശും ഓഫീസിലേക്ക് പോകാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആദർശനും നയനയ്ക്കും കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ എന്നൊക്കെ നയനയോട് പറയാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അബിയും നവ്യയും കൂടി ഇറങ്ങി വരുന്നത്. നവ്യയ്ക്ക് ഇത് കാണുമ്പോഴേ പിടിക്കുന്നില്ല കേട്ടോ, ആദർശനും നയനയ്ക്കും ചോറൊക്കെ പൊതിഞ്ഞു കൊടുത്തു വിടുന്നത്. അപ്പോഴേക്കും അബി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വരുമ്പം അബി ചോദിക്കുക, ആഹാ, ഇവർക്ക് രണ്ടിനും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണോ വല്യമ്മ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാ, അതെ അബി, അവർ രണ്ടുപേരും എന്നും ഫുഡ് കൊണ്ടുപോയാണല്ലോ കഴിക്കാറ്, പിന്നെ നീ ഫുഡൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാറില്ല, നീ എപ്പോഴും പുറത്തുനിന്നല്ലേ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിനക്കും കൂടി ഉണ്ടാക്കി തന്നേനേന്ന് പറയാം. അപ്പം നവ്യ പറയാ, പിന്നെ അവനും കൂടി ഉണ്ടാക്കി കൊടുക്കും, എന്തായാലും അമ്മായിയുടെ മകനും മരുമോക്കും മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. എന്നാൽ അബിയും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഇപ്പം അബിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തൂടെ വലിയ അമ്മായിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പം ദേവയാനി പറയാം, അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് മാത്രമല്ല, അനി ഇവിടുന്ന് പോകുമ്പം അനിയും കൊണ്ടുപോകാറുണ്ട്, അനി പക്ഷേ ഒന്നും പോകുന്നില്ലെന്നല്ലേ ഉള്ളൂ. അതുപോലെ അല്ല അബി ഒരിക്കലും ഈ വീട്ടിലെ ഫുഡ് കൊണ്ടുപോകാറില്ല, വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറുമില്ല, പുറത്തുനിന്നാണല്ലോ അബി ഫുഡ് കഴിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ അവനെ എടുത്തു കൊടുക്കാത്തത്, അല്ലാതെ എനിക്കെന്ത് വേർതിരിവുണ്ടായിട്ടാണ് നവ്യ എന്ന് ചോദിക്കാണ്ട് ദേവയാനി. അപ്പം നവ്യ പറയുന്നുണ്ട്, ഈ വീട്ടിലെല്ലാവർക്കും മൊത്തത്തിലൊരു വേർതിരിവൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, സൂചിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി എന്താ ഈ പറയുന്നത്, ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തൂടെ ചേച്ചിയുടെ ഭർത്താവിന്, പിന്നെ എന്തിനാ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയാൻ. ഇല്ല, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അബിയോടൊരു വേർതിരിവുണ്ട്, അബിയുടെ അമ്മയെ ഈ വീട്ടിൽ എടുത്തു വളർത്തിയതായതുകൊണ്ടായിരിക്കും നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്, അബിയുടെ ചോര അനന്തപുരിയിലെ അല്ലല്ലോ, അതിൻ്റെ വേർതിരിവായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അത് കേട്ടോണ്ട് മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയാണ്, എന്താ നവ്യ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു വേർതിരിവ് ഈ വീട്ടിൽ ആരും കാണിച്ചിട്ടില്ല, ജലജയും അബിയും ഒക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടാണ് അവരോടൊരു മാറ്റമൊക്കെ കാണിക്കുന്നത്, അല്ലാതെ ജലജയെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. മുത്തശ്ശൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന സമയം തൊട്ട് ജലജ ഇവിടുത്തെ കുട്ടിയായിട്ടാണ് വളർന്നത്, പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് മാത്രം വേറെ രീതിയിലായപ്പോഴാണ് എല്ലാവരും കുറച്ച് അകൽച്ചയൊക്കെ കാണിച്ചത്. പക്ഷേ അബിയോടും അത് ഇന്നുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ അബിയും ജലജയുടെ വഴിയെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ നീ ഇപ്പോൾ പറഞ്ഞത് ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഷയല്ലേ നവ്യേ എന്ന് ചോദിക്കുക. അപ്പം നയനയും പറയാം, ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചേച്ചിക്ക് പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പം വഴക്കിനും ബഹളത്തിനും ഒന്നും നിൽക്കണ്ട, നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നയനയും ആദർശും പോവാണ്. അബിയും ആ പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിക്ക് ഒരു കുറച്ചൊക്കെ സമാധാനമായി, അവിടെ ഒരു അടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതില്ല. അങ്ങനെ അബി പോവാണ്. അതേസമയം വൈകുന്നേരം ആകുമ്പം അബി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും അബിക്ക് ആകെ മൊത്തം ടെൻഷനും പരിപ്പും ഒക്കെയാണ്. അപ്പോൾ ഫോണിൽ കൂടെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, അതെ ആ അനഘ അവൾ എങ്ങനെയാ ജീവിച്ചിരിക്കുമോ ഇല്ലയെന്നൊക്കെ എപ്പോഴും അബി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഒരു ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ചന്തുമോള് ആ കുട്ടിയെ കൂടി ഇല്ലാതാക്കിയാലേ ഉള്ളൂ എൻ്റെ കാര്യം സേഫ് ആവുള്ളൂ. ഇപ്പം ഞാനാണ് കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള വിവരം ആദർശം നയനയൊക്കെ അറിഞ്ഞു, അവരുടെ കയ്യിൽ ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും ഉണ്ട്, അത് കാണിച്ച് എന്നെ കുറേ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ അടങ്ങിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ അനഘയെ ഇപ്പോൾ ഞാൻ തീർത്തേനെ, അവളൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മനസ്സമാധാനമായേനെ.
ഇതിപ്പം എല്ലാവരും അറിഞ്ഞുള്ള കളിയാ. ഞാനെങ്ങാനും ഇവിടെ ഏതേലും രീതിയിൽ ആ ചന്തുമോളെ ഉപദ്രവിച്ചാൽ ആ നിമിഷം നയനി ആദർശം ആ DNA ടെസ്റ്റിന് റിപ്പോർട്ട് എടുത്ത് നവ്യയെ കാണിക്കും. പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അബി. ഇതൊക്കെ നമ്മുടെ ജലജ അങ്ങ് കേൾക്കാണ്. ജലജ കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഞെട്ടിപ്പോ. ജലജ മനസ്സിൽ വിചാരിക്കുക, ദൈവമേ ഇവൻ തന്നെയാണ് ആ കൊച്ചിൻ്റെ അച്ഛൻ. ഞാൻ ആദ്യമേ ഒക്കെ വിചാരിച്ചു ഇവൻ തന്നെ ആയിരിക്കുമെന്ന്. എനിക്ക് അന്ന് മുതലേ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ അഭിനയം തകർത്തല്ലോ. ഇവൻ അഭിനയിക്കാൻ എന്നെക്കാളും വീരനാണല്ലോ ഇവൻ. ഹോ നാശം. ഇതൊക്കെ ഇനി അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എന്തർത്ഥത്തിലാണ് ഇവിടെ നിൽക്കുന്നത്? ഏത് നിമിഷവും ഈ അനന്തപുരിയിൽ നിന്ന് പുറത്താവും. അവനെ ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്, അതും ഇല്ലാതാവും. ഈ നാശം പിടിച്ചവൻ എല്ലാം നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. ഈ വയസ്സാം കാലത്ത് ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പുറത്തൂടെ തെണ്ടി നടക്കേണ്ട അവസ്ഥ വരുമായിരിക്കും എന്നൊക്കെ ജലജ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ അബി ഫോണൊക്കെ വെക്കുന്നുണ്ട്. ഫോൺ വച്ച് കഴിയുമ്പോൾ ജലജ അങ്ങോട്ട് ചെല്ലാണ്. ജലജ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇത് ശരിയായിരിക്കും. ആദർശം നയനിയും അന്ന് ഇവനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയിരുന്നു. എവിടെയോ അവരുടെ കൂടെ ഇവൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടാണ് ഇവന് ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നത്. ഒരിക്കലും ഇല്ലാത്ത ഒരടക്കോ ഒതുക്കോ ആദർശിനോടും നയനയോടും ഒക്കെ ഒരു പതുക്കോ ഒക്കെ ഉണ്ട്. അത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ചിലപ്പം സത്യമായിരിക്കും, ഇവൻ്റെ കൊച്ചു തന്നെയായിരിക്കും. ഇവൻ്റെ കയ്യിലിരിപ്പ് വെച്ച് അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഞാനത് പല പ്രാവശ്യം ചിന്തിച്ചു. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആദർശിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ആദർശിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. ഇതിപ്പം അബിയാണ്. പിന്നെ നവ്യ ഉള്ളതുകൊണ്ടായിരിക്കും ഇവനിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. നയനയും ആദർശം വിചാരിച്ചിട്ടുണ്ടാവും നവ്യയുടെ ജീവിതം തകരണ്ടെന്ന്. അച്ഛനും അമ്മയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. നവ്യയും കൊച്ചും ഉള്ളതുകൊണ്ടാണ് ഇവനിപ്പോൾ ഈ അനന്തപുരിയിൽ വിളയാടുന്നത്. എന്തായാലും അവനോട് ഇത് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ ജലജ വിചാരിക്കുക. അങ്ങനെ ജലജ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ മുഖത്തൊരു പരിങ്ങലൊക്കെ, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടോ? അപ്പം അബി പറയാ, എന്താ അമ്മയ്ക്ക് എപ്പോഴും എന്നെ സംശയമാണല്ലോ. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ കള്ളത്തരം ചെയ്തേച്ചൊരുത്തൻ നടക്കുന്നുണ്ടല്ലോ, അവനെ ആർക്കും സംശയമില്ല. എന്നെ എപ്പോഴും നിങ്ങൾക്കൊക്കെ സംശയമാണല്ലോ എന്ന് പറയാണ് അബി. അപ്പോൾ ഉടനെ ജലജ പറയാ, നിന്നെ ഞാൻ സംശയിക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല. നിന്നെ പ്രസവിച്ചത് ഞാനല്ലേ, എനിക്കറിയാം നിൻ്റെ സ്വഭാവം. നീ കൂടുതലൊന്നും എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ നിൽക്കണ്ട അബി എന്ന് പറയാ. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ഇതിപ്പം നല്ല കൂത്താണല്ലോ, വെറുതെ എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ മുഖത്തെന്തോ ഭാവ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് സംശയിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ജലജ പറയാം, എടാ പതുക്കെ പറഞ്ഞാൽ മതി. നീ ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വന്നത്. ആദ്യം മുതലേ എനിക്ക് നിൻ്റെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നീ പിന്നെ ഇവിടെ നന്നായിട്ടങ്ങ് അഭിനയിച്ച് മെഴുകുകയായിരുന്നല്ലോ നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ സത്യമായിരിക്കും, ഇവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരിക്കും എന്ന്. ആദർശാണ് ആ ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ആദ്യം സംശയമായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ആദർശം നയനെ നിന്നെ രക്ഷിക്കുകയായിരുന്നു, അവളുടെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നീ അത്ര പരിശുദ്ധനൊന്നും അല്ലായിരുന്നു അല്ലേടാ വൃത്തികെട്ടവനെ എന്ന് ചോദിക്കുക. അപ്പം അഭി പറയുന്നുണ്ട്, ആഹാ എല്ലാം നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുക. അപ്പം ജലജ പറയുന്നുണ്ട്, കേട്ടു, ഞാനെല്ലാം കേട്ടു. ഞാൻ കേട്ടത് നന്നായി. ഇത് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചെവിയിലെത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നിനക്കറിയോ? അപ്പോൾ പറയാ അബി, അതിപ്പോൾ എന്താവാനാ, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഈ കാര്യം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ആദർശം നയനെ എന്നെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ വിവരം അറിയാനുണ്ടായിരുന്നത് അമ്മയും അതുപോലെ നവിയും മാത്രമായിരുന്നു. ഇപ്പം അമ്മയെ അറിഞ്ഞു. ഇനിയിപ്പോൾ ഈ ലോകം മുഴുവൻ അറിഞ്ഞ പോലെ ആകുമല്ലോ. ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പം ജലജ പറയാം, അതെ എടാ വൃത്തികെട്ടവനെ, നീ തന്നെയാണല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു ഒറ്റ ഒരെണ്ണം അബിയുടെ കാരണത്തിന് കൊടുക്കുകയാണ് ജലജ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്നെ ഭരിക്കാനൊന്നും നീ വരണ്ട. ഈ അനന്തപുരിയിലെ വയസ്സാം കാലത്ത് സുഖമായിട്ട് ഞാനിപ്പോൾ അങ്ങ് ജീവിച്ച് വരിക. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരുമോന്നാ എനിക്ക് പേടി, നിൻ്റെ ഓരോ ചെയ്തികൾ കാരണം. നിൻ്റെ ഭാര്യ നവ്യ ഇത് അറിഞ്ഞാലോ എന്നോർത്താ അവരെതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇനി ഞാനും അറിഞ്ഞു, ഇനി അവളും കൂടി അറിയാനുള്ളൂ. നീ ഇപ്പം ഈ വിളിച്ച് പറഞ്ഞോക്ക, അവൾ കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിൻ്റെ അവസ്ഥ? നിന്നെ വെട്ടിക്കൊന്നേച്ച് അവൾ ഇറങ്ങിപ്പോയേനെ. അവൻ നടക്കുന്നു നാണം കേട്ടവൻ, നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ എന്നൊക്കെ ജലജ അബിയോട് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഒന്ന് ഒച്ച കുറയ്ക്കാവോ, അവളിപ്പോൾ എങ്ങാൻ കേട്ടോണ്ട് വരും. അവളും കൂടെ ഇനി ഇത് അറിയാനായിട്ടുള്ളൂ. ആദർശം നയനെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാം അവരുടെ കയ്യിൽ DNA ടെസ്റ്റിന് റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാം, അതൊരു വജ്രായുധമാണല്ലോടാ അവൻ്റെ കയ്യിലിരിക്കുന്നത്. നിന്നെ അത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തും. എന്നാലെങ്കിലും നീ മര്യാദയ്ക്ക് നടക്കത്തില്ല. ഒതുങ്ങിയും കണ്ടുമൊക്കെ ജീവിച്ച ഈ അനന്തപുരിയിൽ നമുക്ക് ഇനിയുള്ള കാലവും ജീവിക്കാം. ഇനി നമ്മളെ അച്ഛനും അമ്മയും കൂടെ തൂത്ത് വെളിയിൽ ഇറക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. നീ കാരണം ഇനി ഞാനും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. എൻ്റെ ദൈവമേ, കഷ്ടകാലം തുടങ്ങാറായെന്ന് തോന്നുന്നു. ഇത്രയും കാലം എനിക്ക് രാജയോഗമായിരുന്നു എന്നൊക്കെ ജലജ ഇരുന്ന് പറയുക.
അപ്പം അഭി പറയുന്നുണ്ട് ഒരു രാജയോഗം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ആ രാജയോഗം പോകാതെ ഇരിക്കാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്, നിങ്ങളായിട്ട് ഇനി ഇതൊന്നും പുറത്ത് പറയാൻ പോകണ്ടെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ അഭി ഇനിയെങ്കിലും നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ആ ആദർശവും നയനയൊക്കെ പറയുന്നത് കേട്ടാൽ നിനക്ക് ജീവിക്കാം. നിന്റെ ഭാര്യ നവ്യ ഇത് അറിയല്ലോ എന്ന് വച്ചിട്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ നവ്യയെ നീ വെറുപ്പിക്കാതെ നിൽക്കണം. അവൾ ഇതാ ഉള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛനും ഇതൊക്കെ ക്ഷമിച്ചിരിക്കുന്നത്. ഇല്ലേ ഇപ്പം നിന്നെ ഇവിടെ നിറക്കി വിട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി ഇതും പ്രസംഗിച്ചുകൊണ്ട് നടക്കാതിരുന്നാൽ മതി, ബാക്കിയുള്ളവരെ കൂടെ ഇതെല്ലാം അറിയിക്കരുത്. ഞാനായിട്ട് ആരെ അറിയിക്കാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, ആ ചന്തുമോൾ അതെൻ്റെ കൊച്ചുമോളായി പോയല്ലോ, എനിക്കതിനെ കാണുന്നത് പോലും ഇഷ്ടമില്ല. ഇപ്പോൾ ദേ 2 കൊച്ചുമക്കളായി എനിക്ക്. നിൻ്റെ ഒരു ഗുണം, നീ മിണ്ടാതിരുന്നോണം, ഇനി എവിടെയൊക്കെ ഉണ്ടടാ പിള്ളേർ എന്ന് ചോദിക്കുകയാണ് അബിയോട്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും, ഞാനാണെങ്കിൽ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങോട്ട് ഇറങ്ങി പോവാം. അങ്ങനെ ആ റൂമിലോട്ട് ചെന്ന് കയറുകയാണ് കേട്ടോ. റൂമിൽ ചെന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ചന്തുമോൾ അവിടെയുണ്ട്. ചന്തുമോളാണെങ്കിൽ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചന്തുമോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അബിക്ക് ചന്തുമോളെ കാണുമ്പോൾ നല്ല ദേഷ്യം വരിക. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം അബിയുടെ മനസ്സിലിങ്ങനെ കിടക്കില്ലേ, അതുകൂടെ ഓർക്കുമ്പോഴേക്കും ഈ കൊച്ചിനെയും കൂടെ കാണുമ്പോൾ അബിക്കങ്ങ് ദേഷ്യം വരിക. അബി എന്തായാലും ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇവിടെ വന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്, ഈ റൂമിൽ വാഗറ്റിടരുതെന്ന് നിന്നോട് നവ്യ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ആ കൊച്ച് പേടിച്ച് പോവാ കേട്ടോ. അതൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിന്നെയും അബി അതിൻ്റെ നേരെ ഒച്ചയെടുക്കുക, ഇറങ്ങി പോടി മുറിയുന്ന, എന്തിനാണ് നീ വന്നത്, നീ ഇങ്ങോട്ട് കയറരുത്, നീ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണോ നീ വന്നത് എന്ന് ചോദിക്കുമ്പം ചന്തുമോൾ പറയാ, അല്ല ഞാൻ കുഞ്ഞുവാവെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയാം. അപ്പോൾ അബി പറയാം, ഓ ഒരു കുഞ്ഞുവാവെ കാണിയില്ല, ഇനി അതിനെയും കൂടെ ഉപദ്രവിക്കാൻ, ഇറങ്ങി പൊടി എന്നൊക്കെ പറഞ്ഞ് വലിച്ചിറക്കുക. അപ്പോൾ ഈ കൊച്ചങ്ങ് നിന്ന് കരയുക. അപ്പോൾ അത് കേട്ടുകൊണ്ട് നവ്യ വരുന്നുണ്ട്. നവ്യ ചോദിക്കുക, എന്താ പ്രശ്നം, ഈ ചന്തുമോൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണോ, എന്തിനാടി കൊച്ച നീ ഇങ്ങോട്ട് വന്നത്, നിന്നെ എനിക്ക് കാണുന്നതേ ദേഷ്യ, നീ അവിടെ പോയി നയനാമ്മയുടെ അടുത്തെങ്ങാനും ഇരിക്കേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ മുറിയിലേക്ക് വരരുത്, കുഞ്ഞിനെ കാണാൻ വരരുതെന്ന്, കുഞ്ഞിനെ വല്ല ഉപദ്രവിക്കുക വല്ലതും ചെയ്തോ അബി എന്ന് ചോദിക്കുക നമ്മുടെ നവ്യ. അപ്പോൾ അബി പറയാം, കുഞ്ഞിനെ ഉപദ്രവിച്ചൊന്നുമില്ല, ഭാഗ്യത്തിന് ഞാൻ കണ്ടത് നന്നായി, എന്നാലും ഇതിനെ ഒന്നും അടുപ്പിക്കരുത് നവ്യേ, ഇതൊക്കെ എവിടെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം, ഇതിൻ്റെ അച്ഛൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, അമ്മ എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാം എന്നൊക്കെ അബി അങ്ങോട്ട് പറയുക. അപ്പം നവ്യൻ പറയാം, ശരിയാ, ഇവളെ ഈ മുറി കയറരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, എന്നിട്ടും വലിഞ്ഞു വന്ന് കയറിയിരിക്കുക അവള് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് അടിക്കുകയാണ് നവ്യ. അപ്പോൾ കൊച്ചു കിടന്ന് കരയുക. ഇത് കേട്ടോണ്ട് നമ്മുടെ നയനയും ജലജയും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതിനെ തല്ലുന്നതെന്ന് ചോദിക്കുക നവ്യ. നവ്യയോട് നയന. അപ്പം നയനയോട് പറയാം, എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചു വന്നല്ലോ അതിൻ്റെ രക്ഷകർത്താവ്, ഇനിയിപ്പോൾ എന്നെ ഇവിടുന്ന് ഓടിക്കുമായിരിക്കും, എന്തിനാ ഈ കൊച്ചിനെ എൻ്റെ മുറിയിലേക്ക് വിടുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനെ കാണുന്നത് പോലും ഇഷ്ടമില്ല, അങ്ങനെയുള്ള ഈ കൊച്ചിനെ എൻ്റെ മുറിയിലേക്ക് വിട്ടത് എന്തിനാ, ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. പല പ്രാവശ്യം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മുറി വരരുതെന്ന്, എന്നിട്ടും അവൾ അനുസരണക്കേട് കാണിച്ച് ഇവിടെ വന്ന് കയറിയത് കണ്ടില്ലേ. അപ്പം നയന പറയാം, എൻ്റെ ചേച്ചി അതൊരു കൊച്ചു കുട്ടിയല്ലേ, അതിപ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടി വല്ലതും വന്നതായിരിക്കും, അതിന് ഇത്രയങ്ങ് ദേഷ്യപ്പെടണമെന്ന് ചോദിക്കുക. അപ്പോഴേക്കും അബിയും പറയാം, ശരിയാ, എന്തിനാ ഇത് വന്ന് ഇങ്ങോട്ട് കയറിയത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇതിനെ കാണുന്നതേ താല്പര്യമില്ല, വന്നിരിക്കുന്നു എന്നൊക്കെ പറയുക. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അതുപോലെ ദേവയാനിക്കും, കാരണം അവൻ്റെ കൊച്ചു തന്നെയല്ലേ എന്നുള്ള ഒരു ഇത് വരിക. അപ്പം ദേവയാനി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, എന്താ അബി നിനക്ക് ഈ കൊച്ചിനെ കാണുമ്പം അത്രയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അബി മിണ്ടാതെ താഴോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ ചന്തുമോളെ എടുത്തുകൊണ്ട് നമ്മുടെ നയന താഴേക്ക് പോവാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ താഴെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ട് ചന്തുമോൾ ചെല്ലുമ്പം മുത്തശ്ശിയും ചോദിക്കുകയാണ്, എന്തിനാ ചന്തുമോൾ കരയുന്നേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നയന പറയാണ്, അങ്ങോട്ട് കയറി ചെന്നതിന് അബിയും ചേച്ചിയും കൂടെ കുഞ്ഞിനെ തല്ലിയതാ, അതിനാ അവൾ കരയുന്നത്, എത്ര പറഞ്ഞാലും ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ചേച്ചി തല മറന്ന് എണ്ണ തേക്കുക എന്ന് നയന പറയുക. അപ്പോൾ ഇത് കേട്ടോണ്ടാ നമ്മുടെ നവ്യ അങ്ങോട്ട് ഇറങ്ങി വരിക. നവ്യ ചോദിക്കുക, ഏത് തല മറന്നാ ഞാൻ എണ്ണ തേക്കുന്നതെന്നാണ് നീ പറയുന്നത്, നിനക്ക് ഈ കൊച്ചു വലുതായിരിക്കും, നിന്റെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായതല്ലേ, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അല്ല, എനിക്ക് കൊച്ചിനെ കാണുന്നതേ ഇഷ്ടമില്ല, ഇവളുടെ തന്തയും തള്ളയൊക്കെ ആരാണെന്ന് ആർക്കറിയാം, തള്ള എത്തരക്കാരിയാണെന്ന് ആർക്കറിയാം, പിന്നെ എന്തിനാ ഈ അനന്തപുരിയിൽ ഇതിനെ വെച്ച് വാഴിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അബിയും പറയാം, ശരിയാ, ഇതിൻ്റെയൊക്കെ തള്ള ഏതെങ്കിലും പിഴച്ചതൊക്കെ ആയിരിക്കും, അതിൻ്റെയൊക്കെ പുറകെ ആദർശ് പോയിട്ടായിരിക്കും ഇതുണ്ടായത്, അങ്ങനെയുള്ളതിനെ ഇവിടെ കൊണ്ട് നിർത്തേണ്ട കാര്യമുണ്ടോ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഇവൻ തന്നെയാണല്ലോ കൊച്ചിൻ്റെ തന്താന്നൊക്കെ ഓർത്തിട്ട് അനഘയെ അങ്ങ് മോശമായിട്ട് പറയുകയാണ്, ഒരുപാട് മോശമായിട്ട് നവ്യയും അബിയും കൂടി പറയുക. അപ്പോൾ അബി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നല്ല ദേഷ്യം ഇങ്ങനെ വരികയാണ്. പക്ഷെ നവ്യയുടെ മുമ്പിൽ വെച്ച് വിളിച്ച് പറയണ്ടല്ലോ എന്ന് വെച്ച് നിൽക്കുമ്പം
നവ്യ അങ്ങോട്ട് തട്ടിക്കയറി ആദർശനെ വളരെ മോശമായിട്ട് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടനെ ഇങ്ങനെ കുറ്റം പറയരുത്, ആദർശേട്ടനും ഞാനും പലരുടെയും ജീവിതം തകരുണ്ടെന്ന് ഓർത്താണ് പലതും മറച്ചു വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ആരും മറക്കണ്ടെന്ന് പറയുക. അപ്പോഴേക്കും നവ്യ പറയുക, എന്ത് മറക്കണ്ടെന്നാണ് നീ പറയുന്നത്, ആരുടെ ജീവിതം തകരുമെന്നാ, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞാൽ നിൻ്റെ ആദർശിൻ്റെ ജീവിതം തകരുമായിരിക്കും, അല്ലാതെ എൻ്റെ അബിയുടെ ജീവിതമൊന്നും തകരാൻ പോകുന്നില്ല, അബി അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് അങ്ങ് പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, മതി നിർത്ത് നവ്യ എന്ന് പറയുക. എന്നിട്ട് നവ്യ മുത്തശ്ശനെ നേരെ തട്ടിക്കയറുകയാണ്. ആദർശായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും ആദർശിനെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് മുത്തശ്ശൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഇതെൻ്റെ അബിയായിരുന്നെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാമായിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന കയറിപ്പോയിട്ട് നയന രണ്ടും കൽപ്പിച്ച് ഇനിയിപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ലെന്ന് വെച്ച് ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നവ്യെ കാണിക്കുക, ഇത് കണ്ടോ ചേച്ചി, ഇനി ഇതിന്ന് ചേച്ചി വായിച്ച് മനസ്സിലാക്കുക എന്താ സത്യം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ, എന്താ ഇത് എന്നും ചോദിച്ച് നവ്യ ഇത് വാങ്ങിച്ച് നോക്കുമ്പം ആ ടെസ്റ്റ് റിപ്പോർട്ടാണ്, അത് അബിയാണ് കൊച്ചിൻ്റെ അച്ഛനെന്ന് മനസ്സിലാവുമോ നവ്യക്ക്. നവ്യ ചോദിക്കുക, ഇതെന്താ നീ ഇപ്പം ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ട് കാണിച്ച് എന്നെ പറ്റിക്കാൻ പോവാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നയന പറയാം, കണ്ടോ എന്ത് പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ല, ഇതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ ഇത് മറച്ചു വെച്ചത്, മുത്തശ്ശനും മുത്തശ്ശിയും അത് മറച്ചു വെക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ചേച്ചി തന്നെ തീരുമാനിക്കുക എന്ത് വേണമെന്ന്. അബി തന്നെയാണ് കൊച്ചിൻ്റെ അച്ഛൻ, അല്ലാതെ ആദർശേട്ടനല്ല. ചേച്ചിയുടെ ജീവിതം തകരേണ്ടെന്നോർത്ത് ഞങ്ങളൊക്കെ ഒരു നാടകം കളിച്ചതേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ഈ അമ്മായിയമ്മയുണ്ടല്ലോ, ഇവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പം ചോദിക്കുക ജലജയോട്, ഇത് സത്യമാണോ, നിങ്ങൾ പറ, ഇത് സത്യമാണോ, അബിയാണോ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നാലും നീ മോളെ അതങ്ങ് ക്ഷമിക്ക് എന്ന് പറയുമ്പോഴേക്കും നവ്യ പൊട്ടിത്തെറിക്കുകയാണ് അബിയുടെ നേരെ. എടാ പെരുങ്കള്ള, നീ ആയിരുന്നല്ലേ, എന്നിട്ട് എന്തോ ഒരു അഭിനയമാണ് നീ കാഴ്ചവെച്ചത്, എടാ നിനക്ക് നാണം ഉണ്ടോടാ സ്വന്തം കൊച്ചിനെ വേറൊരുത്തൻ്റെ ആണെന്ന് പറഞ്ഞ് നടക്കാനായിട്ട്, നീ നേരെ നിന്ന് കള്ളം പറയല്ലായിരുന്നോ, എന്നിട്ട് നിന്റെ കുഞ്ഞായിട്ട് കൂടി അതിന് എന്തെല്ലാം മോശമാടാ നീ പറഞ്ഞത്, അതിൻ്റെ തള്ള എന്തെല്ലാമാടാ നീ പറഞ്ഞത്, നീ ഒരു ചതിയനായിരുന്നല്ലോടാ എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്